Iqoo Neo 5S. ഐക്യൂവിൽ നിന്ന് ഇന്നലെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊരു ഡിവൈസാണ് നിയോ 5S. ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ഡയറക്ട്ലി ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ 6.62 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED പാനലാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം HDR10+ൻ്റെ സപ്പോർട്ടും അവൈലബിൾ ആണ്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അത്യാവശ്യം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 398 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും അവൈലബിൾ ആണ്. ഒരു സെൻട്രൽ പഞ്ച് ഹോൾ കട്ടാണ് ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 84.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത് 196 ഗ്രാംസ് ആണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 ആണ് ഇതിൽ വരുന്ന ചിപ്സെറ്റ്. 5G capable ആണ്. Adreno 660 ആണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്ന GPU. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ഒറിജിൻ OS ഓഷൻ ആണ് ഇതിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. 3 ഡിഫറെൻറ്റ് വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റ് 8GB RAM ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. മിഡിൽ വേരിയൻറ്റ് 8GB RAM ആൻഡ് 256GB സ്റ്റോറേജ് ആണ്. ആൻഡ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 12GB RAM ആൻഡ് 256GB സ്റ്റോറേജ് ആണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് നിയോ 5S എന്ന ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. പ്രൈമറി സെൻസർ 48 MP ആണ്. f1.8 അപ്പർച്ചർ. OIS സപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്പം 13 MP അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അവൈലബിൾ ആണ്. അതുകൂടാതെ 2 MP മാക്രോ ലെൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. 4K at 30 FPS ആണ് മാക്സിമം റെസൊല്യൂഷൻ വെച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രണ്ടിൽ 16 MP f2.0 അപ്പർച്ചറോട് കൂടി വരുന്ന സെൽഫി ക്യാമറയാണ്. നേരത്തെ പറഞ്ഞു, ഡിസ്പ്ലേക്കകത്ത് സെൻട്രൽ പഞ്ച് ഹോൾ കട്ടിലാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 66 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 18 മിനിറ്റ് കൊണ്ട് 70% ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഓറഞ്ച്, ബ്ലൂ, ബ്ലാക്ക് എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ബേസ് വേരിയൻറ്റ് 8GB 120GB വേരിയൻറ്റ് പ്രൈസ് ചൈനയിൽ വരുന്നത് ഏകദേശം 2700 യുവാനാണ്. ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 32,000 രൂപയാണ് ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം പ്രൈസ് 38,000 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. എനിവേ, ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. സോ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.